വിവാഹിതരായ സ്ത്രീകൾ അബദ്ധവശാൽ പോലും ആരുമായും പങ്കിടാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട്. അത്തരം വസ്തുക്കൾ മറ്റൊരു സ്ത്രീയുമായി പങ്കിടുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴുമെന്ന് പറയപ്പെടുന്നു. വിവാഹിതരായ സ്ത്രീകൾ ഒരിക്കലും മറ്റൊരു സ്ത്രീക്ക് നൽകാൻ പാടില്ലാത്ത അത്തരം വസ്തുക്കൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. വിവാഹിതരായ സ്ത്രീകൾ വളരെ പ്രാധാന്യത്തോടെ കരുതുന്ന ഒന്നാണ് സിന്ദൂരം. ഭർത്താവിന്റെ ആയുസ്സിന് വേണ്ടി മാത്രമല്ല സ്ത്രീകൾ സിന്ദൂരം അണിയുന്നത്. അത് അവരുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. അതിനാൽ സുമംഗലികൾ മാത്രമേ സിന്ദൂരം അണിയാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. കുളി കഴിഞ്ഞ ശേഷം സിന്ദൂരം ചാർത്തുന്നത് വളരെ ഐശ്വര്യകരമായി കരുതപ്പെടുന്നു. ഒരു സുമംഗലിയുടെ സിന്ദൂരം മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ശുഭകരമല്ല. മറ്റൊരു സുമംഗലിയായ സ്ത്രീക്ക് നിങ്ങളുടെ സിന്ദൂരം നൽകാൻ പാടില്ല. ഇത് നിങ്ങളുടെ ഭർത്താവുമായുള്ള ഐക്യത്തിന് പ്രശ്നങ്ങൾ വരുത്തുന്നു. അതിനാൽ ഒരിക്കലും ഒരു സ്ത്രീ സിന്ദൂരം മറ്റുള്ളവർക്ക് നൽകരുത്. വിവാഹത്തിന്റെ ചിഹ്നം മാത്രമല്ല താലി. മന്ത്രവിധികളാൽ അഗ്നിസാക്ഷിയായി ഭാര്യയുടെ കഴുത്തിൽ ഭർത്താവ് ഹൃദയ ചക്രത്തിൽ ചാർത്തുന്ന ഒരു ദിവ്യമായ വസ്തുവാണ് താലി. ഇത് ഒരിക്കലും ഊരി മാറ്റരുത്. താലിമാലയോ താലിയോ മറ്റുള്ളവർക്ക് കടമായി അണിയാൻ നൽകുന്നത് ദോഷകരമാണ്. ഇത് ഭർത്താവുമായുള്ള ഐക്യം മോശമാക്കുന്നു, അവരുടെ ആരോഗ്യത്തിനും ദോഷം ചെയ്യുന്നു. അതിനാൽ താലിയും താലിമാലയും ഒരിക്കലും മറ്റുള്ളവർക്ക് നൽകരുത്. വിവാഹിതരായ സ്ത്രീകൾക്ക് താലി പോലെ അമൂല്യമായ ഒരു വസ്തുവാണ് വിവാഹ വസ്ത്രം. ജീവിതത്തിൽ വലിയൊരു തീരുമാനവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് വിവാഹ വസ്ത്രം. തന്റെ ജീവിത പങ്കാളിയെ സ്വീകരിച്ച ദിവസം അണിഞ്ഞ സാരി മറ്റുള്ളവർക്ക് അണിയാൻ കൊടുക്കുന്നത് ദോഷകരമാണ്. അതിനാൽ ഇതിന് കേടുപാടുകൾ സംഭവിക്കുന്നതും മറ്റൊരു വ്യക്തി അത് അണിയുന്നതും വളരെ ദോഷകരമാണ്. അതിനാൽ വിവാഹ വസ്ത്രം ഒരിക്കലും മറ്റുള്ളവർക്ക് കടമായോ ദാനമായോ നൽകരുത്. താലി പോലെ തന്നെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുവാണ് വിവാഹ മോതിരം. അതിനാൽ നിങ്ങളുടെ വിവാഹ മോതിരം ഒരിക്കലും മറ്റുള്ളവർക്ക് അണിയാൻ നൽകരുത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭർത്താവിന്റെയും ഭാര്യയുടെയും ആയുസ്സിന് വളരെ ദോഷം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. വിവാഹിതരായ ഒരു സ്ത്രീ കൺമഷി അണിയുന്നത് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കണ്ണ് തട്ടാതിരിക്കാനാണ് കൺമഷി അണിയുന്നത് എന്നാണ് വിശ്വാസം. ഇങ്ങനെ അണിയുന്നതിലൂടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. അതിനാൽ കൺമഷി മറ്റുള്ളവർക്ക് നൽകുന്നത് ദോഷകരമാണ്. ഇതിലൂടെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും വിട്ടൊഴിയാത്ത അസുഖങ്ങളും വരുന്നു. എന്നാൽ ഉപയോഗിക്കാത്ത കൺമഷി നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുന്ന കൺമഷി വേറൊരാൾക്ക് നൽകുന്നത് ദോഷകരമാണ്. വിവാഹിതരായ സ്ത്രീയുടെ ഐശ്വര്യമാണ് പൊട്ട്. വിവാഹിതരായ സ്ത്രീകൾ നിത്യവും പൊട്ട് അണിയുന്നത് ഉത്തമമാണ്. എന്നാൽ ഒരിക്കൽ ഉപയോഗിക്കുന്ന പൊട്ട് മറ്റുള്ളവർക്ക് നൽകാൻ പാടില്ല. ഇത് ദോഷകരമാണ്. ഉപയോഗിക്കാത്ത പൊട്ട് നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരു സുമംഗലി ഉപയോഗിച്ച പൊട്ട് വേറൊരാൾക്ക് വയ്ക്കാൻ കൊടുക്കരുത്. ഇതിലൂടെ ചില ദോഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഐശ്വര്യവും സമൃദ്ധിയും നശിക്കും. നിങ്ങളുടെ പൊട്ട് വേറൊരാൾക്ക് നൽകുന്നതിലൂടെ ജീവിതം തന്നെ അപകടത്തിലാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിവാഹിതരായ സ്ത്രീകൾ അണിയുന്നതാണ് മിഞ്ചി. ഇതിലൂടെ മാനസികവും ശാരീരികവുമായ ഗുണം വന്നു ചേരുന്നു. എന്നാൽ ഒരു വ്യക്തി ഉപയോഗിച്ച മിഞ്ചി മറ്റുള്ളവർക്ക് കടമായി നൽകുന്നതിലൂടെയോ അല്ലെങ്കിൽ ഉപയോഗിച്ച മിഞ്ചി ദാനമായി നൽകുന്നതിലൂടെയോ വളരെയധികം ദോഷങ്ങൾ വരുത്തുന്നു. ഭർത്താവുമായി കലഹങ്ങൾ, ബന്ധത്തിൽ വിള്ളൽ എന്നിവ ജീവിതത്തിൽ വരുന്നു. അതിനാൽ ഒരിക്കലും നിങ്ങളുടെ മിഞ്ചി മറ്റുള്ളവർക്ക് അണിയാൻ നൽകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.